ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇവിടെ അനേക വർഷങ്ങൾക്ക് മുമ്പ് വന്ന് നിന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഗ്രാൻഡ് പാരന്റ് അദ്ദേഹമാണ് ആദ്യമായിട്ട് സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിച്ച് വന്നത്. ക്രിസ്ത്യൻ ബ്രദറിൻ്റെ ജീസ് ഫോർട്ടിലെ ആദിമ വിശ്വാസികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് നമ്മൾ കെ പി സാറിന് അപ്പുറത്തുള്ള ഭവനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അക്കാലത്ത് പല കാരണങ്ങളാൽ ഇവിടെ നെല്ലിക്കുന്ന് കൂടി വരുവാനും 1921 കർത്തവ്യ സേനയിൽ ചേർക്കപ്പെടുന്നതായിട്ട് ചരിത്രമിരിക്കുന്നത്. എൻ്റെ പിതാവ് എൻ്റെ പോൾ ഈ സഭയിലായിരുന്നു ആദ്യത്തെ ഉണ്ടായിരുന്നത്. 1946 മുതൽ കിഴക്കക്കുടയിൽ ജോലിയുള്ള ബന്ധം ചേർന്ന് ആ സഭയോട് പ്രവർത്തിക്കും. 1986 കർത്തവ്യ ചേർക്കപ്പെടുകയും ചെയ്യും. ഞാൻ അവിടെ ജനിച്ചു വളർത്തപ്പെട്ട ഈസ്റ്റ് ഫോർട്ടിൽ ആയിരുന്ന ഒരു സഹോദരനാണ്. ഞാൻ 18ാമത്തെ വയസ്സിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ കോഴിക്കോട് പോവുകയും തുടർന്ന് ഒരു 40 വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഇവിടെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ മറ്റ് അനേക സാഹചര്യങ്ങൾ കടന്നുപോയി. എൻ്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് മറ്റൊരു വിവാഹം. അതിനുശേഷം ഞാൻ ക്രിസ്ത്യൻ ഈസ്റ്റ് ഫോർട്ടിൽ തിരികെ വരുവാനായിട്ട് ഇടയായി. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ തുടർന്നുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഇപ്പോൾ അവർ മുതിർന്നു, അവരുടെ കാര്യത്തിൽ പ്രവേശിച്ചു. ഞാൻ അനേക വർഷങ്ങളായിട്ട് സ്റ്റുഡന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വിവിധ ശുശ്രൂഷകളിൽ നിലനിന്ന ഒരു സഹോദരനാണ്. ഇപ്പോൾ ആ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് സംഘേശ്വർ അഥവാ വടക്കൻ കർണാടകയിലേക്ക് കടന്നു പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെയാണ് ഞാൻ പോകാനായിട്ട് ആഗ്രഹിച്ചത്. അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഈ ആഴ്ച അവസാനത്തെ ആഴ്ചയായിരിക്കും. ഡോക്ടർ റോളൻഡ് അവിടെ വന്നതായിട്ട് ഞാൻ ഓർക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംഘേശ്വർ ഉണ്ടായതായിട്ടും ഞാൻ മനസ്സിലാക്കും. അവിടെ ആയിരിക്കാൻ തക്കണം കർത്താവ് എന്ത് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു അത് നിലനിർത്താൻ തക്ക വിധത്തിൽ കർത്താവ് എന്നെ ബലപ്പെടുത്തുന്നതിന് നമുക്ക് എന്നോട് പ്രാർത്ഥന ഓർക്കണം. ചുരുക്ക മിനിറ്റുകൾ മാത്രം സംസാരിക്കുന്ന സ്വഭാവമുള്ള ഞാനാണ്. അപ്പോൾ ആദ്യം പറഞ്ഞു 40 മിനിറ്റൊക്കെ ശുശ്രൂഷ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. അതിൽ കൂടുതൽ ഇപ്പോൾ വാസ്തുത സമയമൊക്കെ വളരെ കറക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആ വിധത്തിൽ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാം പലപ്പോഴും ഈ സൗകര്യപ്പോൾ നാം പറയുന്നത് കേട്ടു. അതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുക. അഥവാ ദൈവവചനം കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് സംസാരിച്ച അനേക കാര്യങ്ങളെ ചില പ്രത്യേക പോയിന്റുകളായിട്ട് മാത്രം നിരത്തി ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കാം. അതിൻ്റെ അടിസ്ഥാനമായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മോശെ മിദ്യാനിലെ പുരോഹിതൻ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ആ മരുഭൂമിക്ക് അപ്പുറത്ത് എന്നുള്ള വാക്കിൽ മാത്രം പിടിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതുവരെ ആ മരുഭൂമിക്ക് ഇപ്പുറത്തുള്ള ആ പ്രത്യേക സ്ഥലമുണ്ടല്ലോ, മരുഭൂമിക്ക് അപ്പുറത്ത്, അതുവരെ ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും മോശെ ആയിരുന്നു. എബ്രായർ 12-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ വഴിയിൽ മോശെ എങ്ങനെ പോയി എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുമ്പോൾ 5 കാരണങ്ങൾ കാണിക്കുന്നു, 6 കാരണങ്ങൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ അതൊക്കെ ഈ യിത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന ഹോരേബിന്റെ ഇപ്പുറത്തുള്ള ചില ലൗകിക സാഹചര്യങ്ങളാണ്. അതായത് അതിൽ നിന്ന് വിട്ടുകൊണ്ട് അപ്പുറത്തുള്ള ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ അവനെത്തുകയാണ്. പറയുമ്പോൾ അവിടെ എന്താണ് അവന് ലഭിച്ചത്? ഈ ഹോരേബിന്റെ അടുത്ത വാക്യങ്ങളിലൂടെ നിങ്ങൾക്ക് വളരെ പരിചിതമായ വേദപുസ്തകങ്ങളുടെ ഭാഗമായതുകൊണ്ട് പ്രത്യേകം എടുത്ത് വായിച്ചാലും ഇല്ലെങ്കിലും ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ മതി. 2-ാമത്തെ വാക്യത്തിൽ പറയാ, അവിടെ യഹോവയുടെ ദൂതൻ മുൾപ്പടപ്പിൽ നിന്ന് അഗ്നിജ്വാലയുടെ പ്രത്യക്ഷനായി. 1-ാമത്തെ കാര്യം, ദൈവികമായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് മോശയുടെ ജീവിത ആത്മീകമായ പടവുകളിൽ കയറുമ്പോൾ പ്രിയ സഹോദരൻ കടന്നുപോയ വഴി, ഞാൻ കടന്നുപോയ വഴി, നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയ വഴി ആദ്യം യിത്രോയിന്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ഭാഗത്തെ, പിന്നീട് ഈ ഹോരേബിന്റെ അപ്പുറം ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് ഞാൻ വരണം. അവിടെ എന്ത് കാണാനായിട്ട് കഴിയും? അവിടെ കർത്താവിനെ ദർശിക്കുവാനായിട്ട് കഴിയും. ദ ഫസ്റ്റ് തിങ്, ആദ്യത്തേതായിട്ട് ദൈവത്തെ വാസ്തവമായിട്ട് മനസ്സിലാക്കുക. ദൈവ സന്ദർശനം, ദൈവ ദർശനം സംഭവിക്കണം. അബ്രഹാമിന് മെസൊപ്പൊത്താമ്യയിൽ സംഭവിച്ചു എന്നും കാണാനായിട്ട് കഴിയും. ഗിദെയോന് ദൈവദർശനം ലഭിച്ചു. യാക്കോബ് ഇസ്രായേലായി മാറി.
അങ്ങനെ പൗലോസ് ക്രിസ്തു ദർശനം ലഭിച്ചവരായിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ക്രിസ്തു ദർശനം ലഭിച്ചവർ ആണ്. ആദ്യത്തെ ആ ദർശനത്തെ തുടർന്ന് പിന്നീട് എന്താണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? ഇപ്പൊ ഞാൻ എവിടെയാ നിൽക്കുന്നത്? ഹോരേബിന്റെ അപ്പുറത്ത്. അവിടെ പ്രത്യേക സ്ഥലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ വരെ ഞാൻ പോണം. അവിടെ നിന്നുകൂടെ ആദ്യം ദൈവ ദർശനം എനിക്ക് ലഭിക്കണം. അവിടെ മുൾപ്പടപ്പ് കത്തുന്നതും വെന്തു പോകാതിരിക്കുന്നു. അഥവാ അതിന്റെ വാസ്തവമായ പാഠം ക്രിസ്തു ദർശനമാണ്. ഈ ഭൂമിയിൽ കർത്താവായ ക്രിസ്തു വരികയും ഒരു മനുഷ്യനായി താൻ ഇവിടെ വന്നു എന്നുള്ളത് ഗലാത്യർ 4:4 കാണും. എന്നാൽ താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യമാകിയാൽ നശിച്ചു പോയില്ല. കത്തിയെങ്കിലും അത് ദഹിച്ചു പോകാതെ നിൽക്കുന്നതായിട്ട് കാണാനിടയായി. ആ ദൈവ ദർശനം ക്രിസ്തുവിലൂടെ അറിയാൻ എനിക്കിടയാകണം. പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാനുള്ള കൃപ നമുക്ക് അതാണ് നാം ഇന്നിപ്പോ ആരാധനയിലും നാം അംഗീകരിച്ച് മനസ്സിലാക്കുന്നതിടയായത്. കർത്താവായ ക്രിസ്തുവിന്റെ ആ ശരീരത്തിന്റെ രക്തത്തിലും അതിൻ്റെതായിട്ടുള്ള ആ അംശികളായിട്ട് തീർന്നു എന്നുള്ള വാസ്തവം നാം ഉൾക്കൊള്ളുമ്പോൾ എന്നെ സ്നേഹിച്ച കർത്താവിനെ ഞാൻ അറിയാനായിട്ട് ഇടയാകണം. അഥവാ ഒരു ദൈവ ദർശനം എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിൽ കൂടി പൂർണ്ണമാകുന്നുണ്ടോ എന്ന് നാം ഇന്ന് രാവിലെ പരിശോധിച്ചാൽ നന്നായിരിക്കും. അനേക നാളുകൾ ഞാൻ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് എന്റെ ഈ ലോക ജീവിതത്തിന് അനേക തലങ്ങളിൽ ഞാൻ പോയവനാണ്, ശരിയാണ്. എന്നാൽ ഈ അപ്പുറത്തുള്ള സ്ഥലത്ത് എനിക്കൊരു ദൈവദർശനം ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം എന്നെ കുറിച്ച് ഇതാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ വെച്ചൊരു വലിയ വ്യത്യാസം വരണം. അങ്ങനെയെങ്കിൽ കർത്താവായ ക്രിസ്തു മൂലമുള്ള ആ വലിയ രക്ഷയുടെ അതെനിക്ക് ലഭിച്ചുവെങ്കിൽ, ക്രിസ്തു ദർശനം കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ദൈവ ദർശനത്തെ തുടർന്ന് എന്നിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഇടയാകും. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ വിശ്വാസി എന്ന് ഏറ്റു പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തൊന്നും സംഭവിക്കുന്നത് പണിത. എന്തുകൊണ്ടാണ് ആ ദൈവ ദർശനത്തെ തുടർന്ന് എന്താ ഉണ്ടാകുന്നത്? അഥവാ കർത്താവിന് വേണ്ടി പുറപ്പെട്ടു, കർത്താവിൽ പോകുന്നു, ദൈവത്തെ ഞാൻ ദർശിച്ചു, മനസ്സിലാക്കി എന്നവൻ എന്തായിരിക്കണം അടുത്തതായിട്ട് വേണ്ടത്? പുറപ്പാട് പുസ്തകം 4b അഥവാ അവിടെ എഴുതിയിരിക്കാം. ഇതെന്തെന്ന് ചെന്ന് അവൻ നോക്കേണ്ടതിന് അവൻ വരുന്നത് കണ്ടപ്പോൾ യഹോവ ദൈവം മുൾപ്പടപ്പിൽ നിന്നുകൊണ്ട് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ. അപ്പൊ ആദ്യം യിത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന അതിൽ നിന്ന് ഞാൻ ഹോരേബിന്റെ അപ്പുറത്തുള്ളിടത്ത് ഞാൻ എത്തണം. കർത്താവിന് വാസ്തവമായിട്ട് അറിയണം. യേശു ക്രിസ്തു മൂലം ഞാൻ ദൈവത്തെ അറിയണം, ദൈവമകനായി തീരണം. എന്നിട്ടുണ്ടല്ലോ എനിക്കൊരു വാസ്തവമായ നിശ്ചയം സംഭവിക്കണം. ഇതാ ഞാൻ, അതാണ് എന്റെ സമർപ്പണം. നെക്സ്റ്റ് ദ സബ്മിഷൻ. എത്ര പ്രാവശ്യം നമുക്ക് സബ്മിഷൻ കൊടുക്കാനായിട്ടുണ്ട്? ഹൗ ഫാർ ഐ ആം സബ്മിറ്റഡ് ടു ദ ലോർഡ്. എന്റെ കർത്താവിനെ ഞാൻ എത്രമാത്രം സബ്മിഷനായിട്ട്, എത്രമാത്രം സമർപ്പിതമായിട്ട് ജീവിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അനേക വർഷങ്ങൾ നമ്മൾ ജീവിച്ചെന്നേ, 70, 78, 80, 90 വയസ്സൊക്കെ നമ്മൾ ജീവിച്ചു. എന്നാൽ സമർപ്പണത്തോടുകൂടി ജീവിതം എനിക്ക് എവിടെ സാധിച്ചിട്ടുണ്ട്? മൂന്നാമത്തെ ഭാഗമാണ് ഒരു സമർപ്പണം എനിക്ക് ആവശ്യമാണ്. ഇന്ന് നമുക്ക് ഭവനത്തിൽ വീണ്ടും ചോദിച്ചു നോക്കാം, ഞാൻ എത്രമാത്രം എന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ സമർപ്പിക്കപ്പെട്ടുള്ള കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യോഹന്നായ സ്നാപകൻ എന്താ പറഞ്ഞേ? ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ് പറയുക. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ട് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാനോ വളരണം, അങ്ങനെയല്ല പറഞ്ഞില്ലേ, അവനോ വളരണം, അവനോ. ഇതാണ് സബ്മിഷൻ. ഞാൻ പലപ്പോഴും വ്യക്തികളെ പൊക്കുന്നതാണ് ചില രംഗങ്ങൾ. അല്ല, അങ്ങനെ പാടില്ല. വ്യക്തി താഴ്ന്നു പോകണം. ഇൻഡിവിജ്വൽ ഇല്ലാതെ പോയിട്ട് ക്രിസ്തു ഉയർന്നു വരാൻ സാധിച്ചാൽ അതാണ് സത്യം. അതല്ലെങ്കിൽ വ്യക്തി മഹിമകളെ പ്രകീർത്തിക്കുന്നവരായിട്ട് ഒരിക്കലും പാടില്ല. അവർ നമ്മളെ വിട്ടുകൊണ്ട് മുഴു സമർപ്പണത്തിൽ വേറും വാക്കുകൾക്കപ്പുറത്ത് ഞാനായിത്തീരണം. പാഴ്വാക്കുകളൊന്നും അർത്ഥമില്ലാത്തതായിത്തീരും. മുഴുവൻ സമർപ്പണം, ടോട്ടൽ സറണ്ടർ. പിന്നീട് പറയാ, എന്നെ വളരെ പ്രലോഭിപ്പിച്ച, അല്ലെങ്കിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചൊരു വാക്കുകളുണ്ട്.
ആ കർത്താവ് പറയാണ്, പുറപ്പെടുപ്പിനുള്ളിൽ നിന്ന് മോശയെ വിളിച്ചു, അവൻ അടുത്ത് വന്നു. എന്നിട്ട് പറയും 5-ാം വാക്യം, 3:5 അതിങ്ങനെ പറയുന്നത്, ഇങ്ങോട്ട് നീ അടുക്കരുത്. ദൈവം പറഞ്ഞു മോശയെ വിളിച്ചു എന്ന് പറയാം, നീ ഇങ്ങോട്ട്. അതായത് സമർപ്പണത്തിന് വേണ്ടി ഞാൻ തയ്യാറായി. അപ്പൊ ദൈവം പറയാ, നീ ഇങ്ങോട്ട് അടുക്കരുത്, പ്ലീസ് വെയിറ്റ്. എന്ന് എന്താ പറഞ്ഞേ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് കളയുക. യെശയ്യാവ് 6 വിശുദ്ധി കണ്ടോ? യെശയ്യാവ് 6 ദൈവത്തിന് വിശുദ്ധി കണ്ടു. പക്ഷെ അതൊരു സാധനം യെശയ്യാവിൽ കണ്ടു. എന്താ കാര്യം? യെശയ്യാവിൽ എന്താ ബാക്കിയുണ്ട്? തനിക്കൊരു പാപത്തിന്റെ ഒരല്പം പാപം അതിൽ ബാക്കി ഉണ്ട്. ആ കുടിൽ കൊണ്ട് ഒരു അഗ്നിയുടെ ഒരു സ്ഫുലിംഗം എടുത്ത് അവന്റെ ചുണ്ടിൽ തൊഴിച്ചാൽ അവൻ ശുദ്ധനായി തീരണം. ശരി, അതിനർത്ഥം എന്താ? ദൈവ ശുശ്രൂഷക്കായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് പറയുന്ന ഒരുത്തൻ അവനിലുള്ള കുറവുകളെ മനസ്സിലാക്കണം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് ഊരിക്കള. എന്താണാവോ അത്? മോശ ചെരുപ്പിടാൻ പാടില്ലേ? അതിന്റെ അപ്പുറത്ത് അതിന് മീനിങ് ഉണ്ട്. മോശ ഈ സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ മോശയ്ക്ക് നടന്നു വരാനും ഒക്കെയുള്ള സൗകര്യം നടന്നിട്ട് മോശ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വെട്ടിയുണ്ടാക്കിയ ചെരുപ്പിലാണ് മോശ നിൽക്കുന്നത്. അഥവാ പാപം എന്നിലുണ്ട് എന്ന് വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ ഞാൻ സമ്മതിച്ച് തീരൂ. അതുകൊണ്ട് അഥവാ ഒരു വിശ്വാസ ജീവിത പാപം അത് കടന്നു വന്നാൽ ഞാനത് ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ സ്വന്തത്തിൽ വെട്ടിയുണ്ടാക്കിയ ചെരുപ്പിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കുന്നവനായിരിക്കും. ഒരിക്കലും നാം അങ്ങനെ പാടില്ല. കർത്താവ് പറയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പ് നീ അഴിച്ചു കാണണം. നമ്മുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും ദൈവസന്നിധി വിലപ്പോവില്ല. ദൈവത്തെ ശുശ്രൂഷിക്കാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി എങ്കിൽ അവിടെ എന്റേതായുള്ള ന്യായീകരണങ്ങൾ വിലപ്പോവില്ല. അതാ കർത്താവ് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടം പോലെ ബലഹീനായ എന്ന ഒരു പാപത്തേക്ക് താലോലിച്ച് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ ആർക്കും താലോലിച്ച് പോകുന്നുണ്ട് എന്ന് സമർത്ഥിക്കുകയല്ല, അങ്ങനെ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരു പ്രത്യേക ഒരു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെ ഈ വിധത്തിൽ ദൈവസന്നിധിയിലെടുത്ത് തീരുമാനത്തെ തുടർന്നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നോട് സംസാരിച്ചൊരു കാര്യമാണിത്. നീ പോകുമ്പോൾ യെശയ്യാവിന് കണ്ടതുപോലെ പാപം നിന്നിൽ നിലനിൽക്കാൻ പാടില്ല. നീ അശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവനാകാൻ പാടില്ല. അതിൽ നിന്ന് നീ മാറിക്കൊള്ളണം. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം? ദൈവം വിശുദ്ധനാകിയ 1 Thessalonians 4:3 പറയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും അത് മറന്നിട്ട് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ എന്നെ സമ്മതിക്കരുതേ ദൈവമേന്ന് പ്രാർത്ഥിക്കാനിടയായത് ഇവിടെയാണ്. ദൈനംദിന വിശുദ്ധി എന്ന ജീവിതത്തിന്റെ ശൈലി 1 യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയേ തീരും. കർത്താവിനോട് ചേർന്നുകൊണ്ട് ജീവിതത്തെ ദൈനംദിന ജീവിതം പരിശോധിച്ച് പറയണം, ഇത് ഞാൻ ചെയ്തത് പാപമാണ്, ഇത് ഞാൻ പറഞ്ഞത് പാപമാണ്. കർത്താവിനോട് ചേർന്ന് നോക്കണം. എന്നിട്ട് പറയാൻ ഈ സാധിക്കണം. എങ്കിൽ മാത്രമേ എന്ത് സാധ്യമാകുള്ളൂ? എന്നെ തന്നെ ഞാൻ ഇല്ലായ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ എന്റെ സ്വയം ഒന്നിനും ഞാൻ നല്ലവനാണ്. ന്യായീകരിക്കുന്ന എത്രയോ വ്യക്തികളെ കണ്ടെത്താനാണ് കഴിയും. പാടില്ല. എങ്ങനെയെങ്കിലും ഈ ദൈവം പറയാ, നീ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെ വേണേ ഇത്രയോ നെയ്യാടുകൾ മേയ്ക്കുന്ന ഇടത്തു നിന്ന് ഹോരേബിനപ്പുറത്തേക്ക് ഞാൻ മാറി നിൽക്കണം. ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയാകണം, ക്രിസ്തുവിൽ അറിയാൻ ഇടയാകണം. എന്നിട്ട് ഞാൻ ഒരു വലിയ സബ്മിഷൻ നടത്തണം, ഒരു സമർപ്പണത്തിന്റെ ജീവിതത്തിലേക്ക് വേണം. അവിടെ ഞാൻ വിശുദ്ധിക്കായി താല്പര്യപ്പെടണം. ഇതാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്. നെക്സ്റ്റ് പറയുക, അപ്പൊ ദൈവം അവനോട് പറഞ്ഞ വാക്ക് എന്നെ വളരെ വളരെ ആശ്വാസം നൽകി. 6-ാമത്തെ വാക്യം, 3-ാം വാക്യം, ഞാൻ അബ്രഹാമിന്റെ ദൈവം. അതെന്താ അബ്രഹാമിന്റെ ദൈവം? വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് ഞാൻ. 2-ാമത്, ഞാൻ യിസ്ഹാക്കിന്റെ ദൈവം. അഥവാ ഞാൻ വാഗ്ദത്തം നിവർത്തിയുണ്ടല്ലോ അത് നൽകുന്നവനാ. ഞാനൊരു യിസ്ഹാക്കിനെ നിനക്ക് തന്നു കഴിഞ്ഞു. കർത്താവായ ക്രിസ്തു മൂലം കർത്താവായ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ ചിത്രമാണ് യിസ്ഹാക്കോട് നമുക്ക് വെളിപ്പെട്ട് കാണാനായിട്ട് കഴിയുക. നെക്സ്റ്റ്, പിന്നീട് പറഞ്ഞു, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയതാ, ഞാൻ
ഇസാക്ക് ദൈവം, യാക്കോബിന്റെ എന്നെ ഏറ്റു സമാധാനിപ്പിച്ചത്. ഞാനാകുന്ന യാക്കോബ് ഒരു യബ്ബോക്കിന്റെ കടവിൽ നിന്നിട്ട് എന്നെ അവൻ ഇസ്രായേലാക്കി മാറ്റിയെങ്കിൽ അത് ഞാൻ സംബന്ധിച്ചു. ഇസാക്ക് ഈ യാക്കോബ് എന്ന ഞാനായിരുന്ന സർവവും ദൈവം വരുത്തുന്ന വലിയ രൂപാന്തരത്തിന് ഇടയാകണം. എ ട്രാൻസ്ഫർമേഷൻ. എന്തുമാറ്റം വന്നുവെങ്കിൽ എന്ന് നമ്മൾ നന്നായി നീട്ടിപ്പാടും അല്ലെ. എന്നിൽ വന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ? എന്നിൽ ആ രൂപാന്തരം വന്നിട്ടുണ്ടോ? ഇഫ് നോട്ട്, ഈ പോയ വഴി കൂടെ ഞാൻ പോയിട്ടില്ല. പ്രിയ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേട്ടു. ആ സഹോദരൻ പോയ വഴി കൂടെ പോയൊരു ചുരുങ്ങും, ഞാൻ പോയ വഴി കൂടെ പോയൊരു ചുരുങ്ങും. പക്ഷെ ഈ പോയ വഴി ഏതാണ് സ്റ്റെപ്സ് നമ്മൾ വീണ്ടും 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 നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ അബ്രഹാമിന് ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയെ പുത്രനായ ഇസാക്കിലൂടെ കാണിച്ചു തന്നെങ്കിൽ യാക്കോബ എന്നെ സ്നേഹിപ്പാനായിട്ട്. പ്രിയ യാക്കോബെ, നീ ആരെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ഇസ്രായേലിന്റെ യബ്ബോക്കിന്റെ കടവിൽ ഞാൻ മാറ്റുമ്പോൾ, പ്രിയ ഇസ്രായേലെ, നീ യാക്കോബിനെ മനസ്സിലാക്കുമ്പോ യാക്കോബിന്റെ ദൈവമായിട്ടുള്ളവൻ ഇന്നും ജീവിക്കുന്നു. എന്നെ മാറ്റുവാൻ തക്കണം. എനിക്കൊരു രൂപാന്തരം വരണം. ഗോഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. നമുക്ക് അതൊന്നും സംഭവിച്ചിട്ടില്ല. ഓരോ ദിവസവും പുതുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുക. പുതുക്കത്തിന്റെ വഴിയിൽ നമുക്ക് നീങ്ങാം. പിന്നീടാണ് ദൈവം തന്നെ തന്റെ ഹിതത്തിൽ നിയോഗിക്കും. നീ പോകുക എന്ന് പറയുന്നത്. അവിടെയാണ് ഈ എല്ലാവരെയും പറഞ്ഞയക്കുന്നത്. അങ്ങനെയാണ് ദൈവഹിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാവാൻ തയ്യാറായ വ്യക്തിയെ ദൈവം എടുത്തു. നീ പോകാം. യെശയ്യാവിനോട് പറയുകയുണ്ടായല്ലോ. യെശയ്യാവിനോട് അങ്ങനെ പറയുകയുണ്ടായി, ആർ നമുക്ക് വേണ്ടി പോകും. ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് യെശയ്യാവ് തന്നെ പറയുകയാണ്. മനസ്സിലായില്ലേ? യെശയ്യാവിന് അഥവാ ഒരു നിയോഗിക്കപ്പെടുന്ന വ്യവസ്ഥയിൽ ആദ്യമായിട്ട് വേണ്ടത് ഒരു രൂപാന്തരമാണ്. നമ്മളല്ലോ പാട്ടിന്റെ അപ്പുറത്തുള്ള രൂപാന്തരം എന്നിൽ സംഭവിക്കണം. അല്ലാതെ വാക്കിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാൻ പാടില്ല. എന്തു മാറ്റം? ഒരു മാറ്റവും വന്നില്ല എന്ന്. ഇതായിരിക്കും പറയുന്നത്. നമുക്ക് എത്ര മാത്രം ഈ വചനം എന്നെ ദണ്ഡിപ്പിച്ചു എന്നുള്ളത് കൂടെ ഞാൻ ശ്രദ്ധിക്കും. എന്നോട് ചോദിക്കണ്ട, ഈസ് ദെയർ എനി ചേഞ്ച്? നിന്നൊരു മാറ്റം വന്നിട്ടുണ്ടോ? നീ കഴിഞ്ഞ നാളൊക്കെ മാറിയിട്ടുണ്ടോ? മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നീ യബ്ബോക്കിന്റെ കടവിൽ നിൽക്കുകയാണ് മല്ല് കെട്ടിക്കൊണ്ട്? ഒരിക്കലും നീ ആ മല്ലുകെട്ടിനുള്ളിൽ നിന്ന് മാറാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ട് കർത്താവേ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സർവ്വവും സമ്മതിക്കുന്നു, നീ എന്നെ തൊടയണമേ. യാക്കോബ് തന്നെ മരണകാലത്തും ദൈവം തൊട്ട് അടയാളമായിട്ട് താൻ ജീവിച്ചു. പ്രിയ ദൈവം, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുന്ന മാത്രം, കർത്താവിന്റെ ഹിതത്തിന് ഞാൻ വഴങ്ങിക്കൊടുക്കുന്ന ആ മാത്രമേ ജഡത്തിൻ്റെതായ എല്ലാം നമ്മിൽ നിന്ന് മാറിയിട്ട് ആത്മാവിന് കർത്താവിനെ അറിയുവാൻ, തന്നോടുകൂടെ എന്നോടുകൂടെ ലോകത്തിന്റെ അന്ത്യം വരെയുള്ള കർത്താവ് എന്നോടുകൂടെ ഉണ്ടെന്ന വലിയ വാഗ്ദത്തത്തിന്റെ അംശമായിട്ട് നീങ്ങുവാൻ കർത്താവിന് ഇടയാക്കും. അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന നിന്ന് ഒരു മാറ്റവും സംഭവിക്കാൻ, ഒരു രൂപാന്തരം, ഒരു മാറ്റം എന്നിൽ ആവശ്യമുണ്ട്. അവിടെ ഒരൊറ്റ വ്യവസ്ഥയാണ് അവസാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൈവത്തിന് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ, റോമർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ. അത് ഞാൻ വായിച്ച് ഇവിടെ സമാപിക്കാനായിട്ട് ആഗ്രഹിക്കുക. അവസാന പോയിന്റുകൾ പറഞ്ഞ് സമാപിക്കാനായിട്ട് ആഗ്രഹിക്കുക. റോമർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാന സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്ക് വാങ്ങുന്നുവല്ലോ, അവനെ എന്നേക്കും മഹത്വം. ആമേൻ. മോശ ഇത് പറഞ്ഞു കാണും. ദൈവത്തെ വാസ്തവമായിട്ട് ഹോരേബിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് മോശ കണ്ടുമുട്ടിയെങ്കിൽ ഈ ലോകത്തിന്റെ സകലവും ഇതുവരെ ചെയ്തതും ഇന്നുവരെ ചെയ്തതും ഈ ലോകത്തിന് വേണ്ടിയാണ് ഇത് മാറ്റിവെച്ചിട്ട് കർത്താവെ ഞാൻ നിന്നെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു ഡെയിലി റിഫൈനിങ് പ്രോസസ്സാണ്. ഇത് ഓരോ ദിവസവും ചെയ്യേണ്ടതാണ്. ഈ ഹോരേബിന്റെ അപ്പുറത്ത് ഞാനൊന്ന് പോയി നിൽക്കണം. അവിടെ ഈ ലോകത്തിന്റെ അനേക കാഴ്ചകൾ മങ്ങിയിട്ട് ദൈവമുഖം കാണുവാനായിട്ട് എനിക്കിടയാകും. ക്രിസ്തു ദർശനം എന്നെ മനസ്സിലാക്കിക്കാൻ അവിടെ ഇടയാകും.
അങ്ങനെ ക്രിസ്തു എന്നിൽ ഉരുവാകുകയും ക്രിസ്തുവിന് വേണ്ടി ഞാൻ നിൽക്കുകയും ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിതനാണ്. അവിടെ ഞാൻ പറയാനിടയാണ്, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഈ യാക്കോബിന്റെ ദൈവം, പ്രിയമക്കളെ, ആ വിധത്തിൽ സബ്മിഷൻ എന്നിലൊരു രൂപാന്തരം ഇന്ന് പ്രാപിച്ചാൽ നന്നായി. ആ ഒരു പ്രത്യേക ആശയം നിങ്ങളോട് സമർപ്പിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വിശുദ്ധി കാക്കേണ്ടി, ഈ ലോകത്തിന്റെ മായയായ അനേക കാര്യങ്ങൾ വിട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒറ്റ കാര്യമേ സാധ്യമാണ്. ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്ന് മാറിയിട്ട് ഈ മരുഭൂമിക്ക്, ഈ ഹോരേബിന്റെ അപ്പുറത്തുള്ള ഒരു ഭാഗത്ത് ഞാൻ പോകട്ടെ. നമ്മുടെ ദൈവത്തിന് സഹായിക്കണം. കർത്താവിന്റെ ദർശനം എനിക്ക് നൽകണം. നിന്റെ പൂർണ്ണമായ അറിവ് എനിക്ക് നൽകണം. ക്രിസ്തുവിൽ ദൈവത്തെ അറിയാൻ എനിക്കിടയാകട്ടെ. അവിടെ ഞാൻ സമർപ്പിക്കപ്പെടട്ടെ. എന്റെ പാപങ്ങൾ ഏറ്റുപറയുവാനായിട്ട് ഇടയാകട്ടെ. അപ്പോൾ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായിട്ട് ആ ദൈവത്തെ ഞാൻ അറിയാനായിട്ട് ഇടയാകും. വലിയ സന്തോഷമാണ് അവിടെ പറയുക, നീ പോക, നിന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അതല്ലാത്ത പക്ഷം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ഒരു പ്രകൃതിയായി തീരാൻ സാധ്യതയുണ്ട്. സമ്പൂർണ്ണ സമർപ്പണവും സമ്പൂർണ്ണ മാറ്റവും ദൈനംദിനം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ഒരു നല്ല വിശ്വാസ ജീവിതത്തിന് ഉടമയായി തീരുവാൻ എനിക്ക് സാധിക്കും. നാം സമർപ്പിച്ചാൽ മതി, സംബന്ധിച്ചാൽ മതി. കർത്താവേ, എന്നിൽ ഒരല്പം അശുദ്ധി നിലനിൽക്കുവാനായിട്ടിടയുണ്ട്. നീ പറഞ്ഞ പോലെ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ ഇന്ന് ചെരുപ്പ് അഴിച്ചിടാം. പ്രിയ ദൈവമക്കൾ, നമ്മുടെ അടിയിൽ അത് വരച്ചിടണം. ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, എന്റെ ചെരുപ്പ് ഞാൻ വലിച്ചിടണം. ഞാൻ കർത്താവിന്റെ വിശുദ്ധിക്ക് ദൂരം ആവശ്യമുണ്ട്. അവിടെ പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. എന്നിൽ രൂപാന്തരം സംഭവിക്കണം. കർത്താവ് നമ്മെ സഹായിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ ചിന്തയോടുകൂടെ പോകുന്നുവെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടും, നമ്മെ സഹായിക്കും. സമർപ്പണ ജീവിതത്തിനായിട്ട് ഒരുക്കും. ഒരു രൂപാന്തരം എന്നിൽ വേണം. ഇന്നലെ കണ്ട ഒരു ഡോക്ടർ ജോസ് അല്ല, ഇന്ന് വേറെ കർത്താവിന് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന ഒരുവനായിട്ട് എന്നെ കാണാനിടയാകണം. അല്ല എങ്കിൽ ഞാൻ പറയുന്നത് വ്യർത്ഥമാണ്, ഒന്നും അതിൽ വിലയില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രിയ ദൈവമക്കളെ, എന്റെ പ്രാർത്ഥന ഓർക്കണം. പോകേണ്ട ആവശ്യം എനിക്കുണ്ട്. ഒരു ശുശ്രൂഷ നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ചെന്ന് ദൈവനാമത്തിനാണ് നിൽക്കാൻ തക്കണം. കർത്താവിനെ ഇനി ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. നോർത്ത് കർണാടകയിലേക്ക് ഞാൻ നോർത്ത് ഇന്ത്യ പോലത്തെ സ്ഥലം തന്നെയാണ്, അവിടെ കടന്നു പോകുന്നു. എന്നെ പ്രത്യേക പ്രാർത്ഥന ഓർക്കണം. ദൈവനാമം മാത്രം